ഹായ് നമസ്കാരം. അപ്പോൾ നമുക്കൊരു ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ബെൽ പെപ്പറുണ്ട്, ക്യാരറ്റ്, ബീൻസ്, ഓനിയൻ, 2-3 ഗ്രീൻ ചില്ലി, പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ആൻഡ് കറി ലീവ്സ് ഉണ്ട്. പിന്നെ ജിഞ്ചർ ഇച്ചിരി എടുക്കാം കേട്ടോ, ഞാൻ എടുത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കടായി വെച്ചിട്ട് അതിനകത്തോട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ക്രാക്ക് ചെയ്യുക. ഇത് മസ്റ്റാർഡ്, പിന്നെ അതുപോലെ ഉഴുന്നിടുമായിരുന്നേ, മറന്നു പോയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദ്യം സബോള വഴറ്റിയിട്ട് ഇതും കൂടെ ഇട്ടിട്ട് എല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി നെയ്യ് ഇടുന്നുണ്ടേ. അപ്പം അത് നല്ല ഫ്ലേവർ കൊടുക്കും, നല്ല ടേസ്റ്റാണ്. അപ്പം ഉപ്പാവിനൊക്കെ നമ്മൾ നെയ്യൊക്കെ ചേർക്കുന്നത് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാക്കും. ഇതുപോലെ തന്നെയുണ്ടല്ലോ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ പനീർ ഗ്രേറ്റ് ചെയ്തതും, അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ പീസില്ലേ ഫ്രോസൺ, അതുമൊക്കെ ഇടാം. പക്ഷെ കുറച്ച് ഒത്തിരി ഇട്ടാലും ഭംഗി പോകും. അപ്പം അങ്ങനെ അതിലിട്ടിട്ട് നമ്മൾ ഓട്സ് ഇട്ടിട്ട് നമ്മളതിനെ ഇളക്കി വെച്ചിട്ട് നമ്മൾ അതിനകത്തൊരു കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം കുറച്ച് തളിച്ച് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിക്കുക, ജസ്റ്റ് ആവി കയറ്റാൻ മാത്രം. കാരണം ഇത് ഒത്തിരി വെള്ളം അബ്സോർബ് ചെയ്യുമല്ലോ. പിന്നെ ജസ്റ്റ് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. കാരണം നമുക്ക് ഇതൊക്കെ സ്മൂത്തി ആയിട്ടൊക്കെ കഴിക്കുന്നതല്ലേ, റോയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കുക. ധാരാളം വെജിറ്റബിൾസൊക്കെ ചേർന്നുകൊണ്ട് നല്ലൊരു വെജീസൊക്കെ അകത്ത് ചെല്ലും. ഓക്കെ, വിറ്റമിൻസൊക്കെ ധാരാളം അകത്ത് ചെയ്യും. നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഡയറ്റിനൊക്കെ നല്ലതാണ്. കോൺഷ്യസ് ആയിട്ടുള്ളവർ, അല്ലാത്തവർക്കും നല്ലതാണ്. ഇത് ഫൈബറൊക്കെ കൂടുതലുണ്ടല്ലോ, നമ്മൾ ഇതിനകത്തോട്ട് ഫൈബർ കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.